സിവിൽ സർവീസ് പാസ്സാവാൻ 8 മാസം മതി അതിൻ്റെ സിലബസ് പ്രോപ്പറായിട്ട് കവറാകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഒരുപാട് പ്രാക്ടീസും ചെയ്യണം. പക്ഷേ എന്തുകൊണ്ട് കൂടുതൽ സമയം എടുക്കുന്നു എന്നുള്ളതുകൊണ്ട് കാരണം കൃത്യമായിട്ടുള്ള ഗൈഡൻസിൻ്റെ അപാകതയും പലപ്പോഴും ഗൈഡൻസ് കൊടുത്താൽ അത് ഫോളോ ചെയ്യാൻ കുട്ടികൾക്ക് പറ്റാതെ വരാവുന്ന സാഹചര്യം കൊണ്ടാണ് ഈ 8 മാസം എന്നുള്ളത് ചിലപ്പോൾ 2 വർഷവും 4 വർഷമൊക്കെ എടുക്കുന്നത്. റിയലിസ്റ്റിക്കലി ഒരു 8 മാസം പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു എക്സാമാണ് സിവിൽ സർവീസ് പരീക്ഷ. അപ്പോൾ എന്തുകൊണ്ടാണ് തെറ്റുകൾ വരികയും ഈ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയം നീണ്ടു പോവുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഫൗണ്ടേഷൻ ടോപ്പിക്കുകൾ നെഗ്ലക്റ്റ് ചെയ്യുന്നതാണ്. അതാണ് ഒന്നാമത്തെ കാരണം. അതായത് സിവിൽ സർവീസ് സിലബസ് ആവശ്യപ്പെടുന്ന ചില കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ചില കൺസെപ്റ്റുകളുണ്ട്. ആ കൺസെപ്റ്റുകളെ കൃത്യമായ രീതിയിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനും അത് ഡിഫറെൻ്റായ തലത്തിൽ അപ്ലൈ ചെയ്യുവാനുമുള്ള ക്ലാരിറ്റി അത് കുട്ടികളിൽ ആദ്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഫൗണ്ടേഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് അഭ്യാസം കാണിച്ചു കഴിഞ്ഞാലും സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാൻ പാടാണ്. ഈ ഫൗണ്ടേഷൻ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണ് ഇത് വേണ്ടുന്ന രീതിയിൽ അതിനെ പ്രാക്ടീസ് ചെയ്യാൻ. ഇതുപോലെ പരീക്ഷയ്ക്ക് ഒരു തോതിൽ വരുമ്പോൾ ഈ ഫൗണ്ടേഷൻ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഈ ഫൗണ്ടേഷനെ അപ്ലൈ ചെയ്യുന്ന രീതി നമ്മൾ പഠിച്ചെടുക്കണം. ഈ ഫൗണ്ടേഷനെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്ന ക്യൂറേറ്റ് ചെയ്യുന്ന സ്കിൽ സെറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യണം. ഇതിന് ശേഷം മൂന്നാമത് വരുന്ന ഒരു ആസ്പെക്റ്റാണ് എംബെലിഷ്മെൻറ്റ് അല്ലെങ്കിൽ എൻറിച്ച്മെൻറ്റ്, എക്സ്ട്രാ കണ്ടൻറ്റ്. അതായത് നമ്മൾ ഫൗണ്ടേഷൻ്റെ ക്ലാസ്സിൽ പഠിക്കാത്ത നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത് ആൻസറിനെ എൻറിച്ച് ചെയ്യുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു ടോപ്പിക്ക് പഠിച്ചെടുക്കുക. ഇത് മൂന്നാമത് വരുന്ന ഒരു ആസ്പെക്റ്റാണ്. പക്ഷേ പലപ്പോഴും അത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ UPSC പരീക്ഷ കണ്ടൻറ് ഓറിയൻറ്റഡ് എക്സാം ആണെന്ന് കുട്ടികൾ കരുതുകയും ആദ്യം തന്നെ ഈ പറയുന്ന എൻറിച്ച്മെൻറ്റ് എക്സ്ട്രാ കണ്ടൻറ്റിൻ്റെ പുറകെ പോവുകയും ചെയ്യും. ആദ്യം തന്നെ വരുന്ന കുട്ടി ആദ്യം എടുത്ത് വായിക്കുന്നത് കമ്പൈലേഷനാണ്. കമ്പൈലേഷൻ ഏറ്റവും അവസാനം പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഒരു മാസം പഠിച്ചു കഴിഞ്ഞാലും ആ കുട്ടി കയറി പോകും. പക്ഷേ ആദ്യം തന്നെ ഈ എക്സ്ട്രാ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സിലേക്കാണ് കുട്ടികൾ വരുന്നത് ഈ ഫൗണ്ടേഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കയറി പോകേണ്ട ആൾക്കാർ വർഷങ്ങളെടുത്താണ് കയറി പോകുന്നത്.